ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തിളച്ച് വരുമ്പോൾ ഒരു 15 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് തീ ഓഫാക്കുക. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വരാനുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പൗഡറുകളൊക്കെ ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണ് പിന്നെ ഉലുവയും കടുകും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സാദാ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണ്, അതുപോലെ കാശ്മീരി മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കായം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കായം പൗഡർ 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് പിന്നെ ഞാനൊരു 4 ദിവസം മുന്നേ തന്നെ 5 കിലോ നാരങ്ങ അരിഞ്ഞിട്ട് അത് ഒന്ന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ കടുക് പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പിന്നെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, നാരങ്ങ ഉപ്പിട്ട് വെച്ചതല്ല ഇന്ന്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന നാരങ്ങ അച്ചാർ. ഇനി നമുക്കിത് ബോട്ടിലാക്കാം. എന്നിട്ട് സീൽ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് 250 ml ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് കുപ്പിയിലേക്കൊക്കെ നിറച്ചതിന് ശേഷം നമുക്കിത് സീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം വലിയ മെഷീൻ ഒന്നുമില്ല, ഞാനൊരു തുടക്കക്കാരിയാണ്. അതുകൊണ്ട് നമുക്കിത് അയൺ ബോക്സ് വെച്ചിട്ടാണ് ഞാനിത് ഒക്കെ സീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇനി കൊട്ടിയാലൊന്നും ഇത് പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്.